പെൺകുട്ടികൾ ഇങ്ങോട്ട് വരുമോ, റംസാൻ ചേട്ടാ എനിക്കൊരു ഡാൻസ് കളിക്കണം കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്? സാനിയുടെയും ദിൽഷയുടെയും കൂടെ മാത്രം കളിച്ചാൽ മതിയോ, ഞങ്ങൾ ഇവിടെ കളിക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ടാ? മെസ്സേജ് ഇങ്ങനെ വരും, മാറ്റിക്കും. എടി ഞാൻ ലൗഡ് സ്പീക്കറിലാണ്. ആദ്യം റംസാനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നെ കുറിച്ച് രണ്ടു വാക്ക് പൊക്കി പറയാൻ. ഇല്ല അഭിപ്രായം പറഞ്ഞാൽ മതി, അത് പൊക്കി പറയണമെന്നില്ല. കൊളാക്കല്ലേ നീ എന്തെങ്കിലുമൊക്കെ പറ. അതെ, റംസാന് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടോ? അത് ഞാൻ പറഞ്ഞിട്ടില്ല. ദേഷ്യാണോ? പക്ഷെ പാവം ഇങ്ങനെ ദേഷ്യപ്പെടെടുത്തിട്ടാ. ദേഷ്യപ്പെട്ടില്ല ഞാൻ കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. ദിൽഷ കരയോ പെട്ടെന്ന്? റംസാൻ വഴക്ക് പറയുമ്പോഴും കരയോ? ഞാൻ നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്യടി എന്ന് പറഞ്ഞ മുഖം മാറും. ബിഗ് ബോസ് പോലും റിയാലിറ്റി ഷോയില് നമുക്ക് ചുറ്റിനും ക്യാമറയ്ക്കുള്ള ഒരാൾ വന്ന് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആള് ചെയ്യുന്നത് അല്ലെങ്കിൽ ആള് പറയുന്നത് സത്യസന്ധമായിട്ടാണോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണോ. ഇതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്ത് റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്നു അത് ഞാൻ അപ്പോൾ റെസ്പോണ്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ചെറിയൊരു വഴക്കാളിയായിട്ടും ചെറിയ ദേഷ്യമുള്ള ആളായിട്ട്. സൗബിനിക്ക് എനിക്ക് ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നു. മമ്മൂക്കായും ഞാൻ ഇപ്പോഴത്തെ ഫോട്ടോയും പട്ടണത്തിൽ ബൂത്തിലെടുത്തൊരു ഫോട്ടോയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഏതോ ഒരു ആൾ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ലേറ്റ് ആയിട്ടാണോ വന്നതെന്ന്. ഞാൻ പറഞ്ഞല്ല, ഞാൻ ആദ്യം വന്നത്, ഇവിടെ എല്ലാവരും വരുന്നതിന് മുന്നേ ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു അതങ്ങനെയൊന്നും അല്ല, അത് സ്റ്റേജിൽ കയറണം, നമ്മൾ ആ പടത്തിൻ്റെ ഭാഗമാണ്, നീ കയറണം, വേറെ ആരും ഉണ്ടാവില്ല നമ്മൾ വിളിച്ച് കയറ്റാനായിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു 10 സെക്കൻഡിൽ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ മമ്മൂക്ക എന്നുള്ള പേരാണ് വരുന്നത്, മമ്മൂക്ക ലാലേട്ടൻ എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും എല്ലാം ഭയങ്കര നോർമലാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ലെറ്റ്സ് ടോക്ക് വിത്ത് പാർവതി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സംസാരിച്ചിരിക്കാൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡാൻസറാണ്, ആക്ടറാണ്, മോഡലാണ്. പക്ഷെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഡാൻസിന്റെ കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ വൺ ഓഫ് ദി ഫേവറേറ്റ് റംസാൻ മുഹമ്മദ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. റംസാൻ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, 2023 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്ലാൻസ് ഇനി? ഒന്നുമില്ല. അതിലാണ് വിശ്വസിക്കണല്ലേ, പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവില്ല. എനിക്ക് എന്റെ ഡ്രീംസിലോട്ട് കുറെ പ്ലാനിങ് ഉണ്ട്. അതല്ലാതെ ഇപ്പൊ ഡെയിലി ബേസ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇത് ചെയ്യണം അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ല. അപ്പൊ 2022 എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ. എന്തൊക്കെയായിരുന്നു ആ 2022 സംഭവിച്ച കാര്യങ്ങൾ? മെയിൻ തിങ് ഭീഷ്മപർവം തന്നെയായിരുന്നു. അപ്പോ അമൽ സാറിന്റെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റി. അതിപ്പോ സിനിമ സ്വപ്നം കാണുന്ന ആരുടെ ഒരു ആഗ്രഹമാണ് അമൽ സാറിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാന്നുള്ളത്. സോ എനിക്കത് പറ്റി. അമൽ സാർ ഇങ്ങോട്ട് വിളിച്ചു, അപ്രീഷിയേറ്റ് ചെയ്തു വർക്കിനെ. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതെ അതെ അതെ. അപ്പൊ പിന്നെ നമ്മുടെ കംഫർട്ട് സോൺ ആയിരുന്നു. പിന്നെ 2 സീനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പോയി. എല്ലാവരും പ്രേക്ഷകർ ഏറ്റെടുത്തു, നല്ല അഭിപ്രായം പറഞ്ഞു. ആൻഡ് ഡാൻസ് 2022 വൺ ഓഫ് ദ ബെസ്റ്റ് വൈറൽ സോങ്സിൽ ഒന്നായി. ഷൈൻ ചേട്ടന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെ അതെ, അത് മൊത്തം സ്പോട്ടായിരുന്നു. പുള്ളിയുടെ കയ്യിൽ നിന്നിട്ട് ചെയ്ത സംഭവമാണ്. അത് ഷൈൻ ചേട്ടൻ എവിടെയോ ഇപ്പൊ റീസെന്റ് പറയുന്നുണ്ടായിരുന്നു, ആ സ്റ്റെപ്പ് ഇങ്ങനെ നിങ്ങളെ നോക്കി എന്തൊക്കെയോ ചെയ്തൊരു സംഭവം. പുള്ളി ആക്ച്വലി ആ സീൻ മൊത്തത്തില് സ്പോട്ടാണ്. ഡാൻസിന്റെ ഇടയിൽ വന്ന് പുള്ളി ഇന്ററാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്പോട്ടാണ്. അപ്പോ പുള്ളിയുടെ കൈ നിട്ട് ചെയ്തു. പിന്നെ ഞാനൊരു സൈഡിൽ നിന്ന് കൊടുത്തുന്നുള്ളൂ. പിന്നെ അത് ഹിറ്റായി, അങ്ങനെ പോയി. എങ്ങനെയായിരുന്നു ഭീഷ്മപർവത്തിലേക്കുള്ള എൻട്രി? എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി ഏഷ്യാനിൽ ഒരു റിയാലിറ്റി ഷോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഡിസ്കോ സുഖു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യേണ്ടി വന്നു. അതെനിക്ക് ഏഷ്യാനിൽ തന്ന ക്യാരക്ടറാണ്. അപ്പോൾ അത് നമ്മൾ സെൽഫായിട്ട് ചെയ്തതാണ്. ബിഗ് ബോസ്. ഓ, ഞാൻ ഓർത്തു ബിഗ് ബോസ് അല്ലാതെ ഏതായിരുന്നു ചെയ്തേന്ന്. ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, മഞ്ച് ഡാൻസും അതും ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കായിരുന്നു വേറെ ബിഗ് ബോസ് എല്ലാവർക്കും അറിയാം, അല്ലാതെ ഏത് റിയാലിറ്റി ഷോ മഞ്ച് ഡാൻസ് അല്ലാതെ ഏതാ ചെയ്തെന്ന് ആലോചിക്കും. ബിഗ് ബോസിൽ തന്നെ ഒരു 90s ബാച്ച് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. അയ്യോ, ആൾക്കാർ ചോദിക്കും ഞാൻ ഈ ബിഗ് ബോസ് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതില് നമ്മൾ സ്പോട്ടായിട്ട് ഡയലോഗ്സും ഫുൾ ഒരു ദിവസം മൊത്തം നമ്മളെ ക്യാരക്ടറായിട്ട് നിൽക്കണം. അപ്പൊ അതിൽ നിന്ന് കുറച്ചാണ് കാണിക്കുള്ളൂ. അപ്പൊ അത് അൻവർ ഷീദൊക്കെ കണ്ടിരുന്നു. അമ്പുക്ക കണ്ടിട്ടാണ് അമൽ ഖാന്റെ അടുത്ത് പറയുന്നതും. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്, ഭീഷ്മയിലേക്ക് വരുന്നത്. സാനിയുടെ കൂടെ ഒരു വർക്ക്ഷോപ്പ് റീസെന്റ് ചെയ്തു. അല്ലാതെ റംസാൻ വർക്ക്ഷോപ്സ് ആയിട്ട് ഒരുപാട് നടത്താറുണ്ട്? ഇല്ല, ഞാൻ ഒരുപാട് നടത്താറില്ല. ആരെങ്കിലും അത്ര നീഡഡ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ മാത്രം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണ MMM മൈസെൽഫ് ആൻഡ് മൈ മൂവ്സ്, നമ്മുടെ രതിപുഷ്പം കൊറിയോഗ്രാഫ് ചെയ്ത കൊറിയോഗ്രാഫേഴ്സ്, അവരുടെ ഒരു DDF എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ലൈക്ക് അവർ കണ്ടക്ട് ചെയ്യുന്ന ഡിസംബർ ഡാൻസ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്.
അപ്പോൾ അതിൽ ഒരു 10-15ഓളം ആർട്ടിസ്റ്റുകളുടെ വർക്ക്ഷോപ്സ് വരും. അപ്പോൾ അതിൽ കണ്ടംപററി തവണ ഞാനാണ് ഒരു 100ഓളം സ്റ്റുഡൻസിന് കണ്ടംപററി പഠിപ്പിക്കാൻ പറ്റിയ ടൈം. അപ്പോൾ അത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ലൈക്ക് ഇടയ്ക്ക് മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളൂ, അല്ലാതെ ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ എങ്ങനെയാ വരിക? വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യോ ചേട്ടാന്നൊക്കെ ചോദിച്ചിട്ട്? വരാറുണ്ട്. അത് ഡാൻസിനെ ഈ പറയുന്ന പോലെ നമ്മുടെ നിന്ന് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവര് എപ്പോഴും മെസ്സേജ് അയക്കും, എന്താണ് ഡാൻസ് ക്ലാസ് തുടങ്ങാത്തത്, വർക്ക്ഷോപ്പ് എന്താ ഇല്ലാത്തത്, ഓൺലൈൻ ക്ലാസ് ഉണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വർക്ക്ഷോപ്പ് എടുത്ത് കൊടുക്കുമ്പോൾ അത് അവർക്ക് അത്ര യൂസ്ഫുൾ ആയിരിക്കണം. ഒരു ദിവസം ഒരു വർക്ക്ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡാൻസറിന് പെട്ടെന്ന് ഒന്നും മനസ്സിലാവില്ല. അവർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബോഡി ലാംഗ്വേജും പിറ്റേ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ എന്ത് തോട്ട്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് വന്ന ഒരാൾക്ക് ഒരു 2 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം നമ്മളൊരു ഡാൻസ് ക്ലാസ് ഇട്ട് അതിൽ കണ്ടിന്യൂസ് പഠിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നോളജ് കിട്ടുക എന്നുള്ളതാണ്, ഒരു ഡാൻസിന്റെ നോളജ് കിട്ടുക. പിന്നെ അവര് അതെ അതെ ഇപ്പൊ എന്റെ വർക്ക്ഷോപ്പ് ഒരു 2 hours ആയിരുന്നു. സോ ഞാൻ പെർഫോമൻസ് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുത്തു. ആ കൊറിയോഗ്രാഫി അപ്പൊ പെർഫോം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് എന്തിനാണ് ഞാൻ ആ കൊറിയോഗ്രാഫി ചെയ്തത്, ഇപ്പോൾ എന്താണ് ഞാൻ ആ കൊറിയോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് നമുക്ക് എങ്ങനെ ഇനി പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ 2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് നമുക്ക് കൂടുതൽ സ്ട്രെസ് കിട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വേറൊരാൾ കളിക്കാനോ ഒന്നും പറ്റത്തില്ല. നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മൂവീസിലേക്ക് വരുമ്പോ റംസാൻ എത്രത്തോളം മൂവി പാഷനേറ്റ് ആണ് ശരിക്കും? ഞാൻ എന്റെ ഫസ്റ്റ് മൂവി ചെയ്യുന്നത് എന്റെ 3ാം ക്ലാസ്സിൽ വെച്ചിട്ടാ, മമ്മൂക്കാന്റെ കൂടെ, ഈ പട്ടണത്തിൽ ഭൂതം. ഇങ്ങനെ അത്രയും കൂട്ടത്തില് പിള്ളേരുടെ കൂടെ. അപ്പൊ അത് അത്ര നാളെ എനിക്ക് സിനിമയോടൊന്നും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ ഓഡിഷൻ, അത് എന്റെ അങ്കിളാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു പടത്തിന്റെ ഓഡിഷൻ ഉണ്ട്, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, ഡാൻസ് കളിച്ചു, അന്ന് അഭിനയിച്ച് കാണിച്ചു, സെലക്ട് ആയി. അന്ന് ജോണി ആന്റണി സാർ, ലൈക്ക് നമ്മുടെ ഡയറക്ടർ, അത് സിനിമ എടുക്കുന്ന രീതിയും പിന്നെ മമ്മൂക്ക അതിനെ കാണുന്ന രീതിയൊക്കെ നമ്മൾ കണ്ട് പഠിച്ചത് ആ സമയത്താണ്. അന്ന് തുടങ്ങിയ ഭ്രാന്താണ് അത്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് പടങ്ങൾ ചെയ്തു. ആ പടങ്ങളിലൂടെയൊക്കെ ഞാൻ പഠിച്ചു എങ്ങനത്തുള്ള പടങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. സോ അതിൽ നിന്നൊക്കെ ബ്രേക്ക് ത്രൂ ആയിട്ടാണ് ഭീഷ്മപർവം വന്നത്. അതോടെയും വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇനി ഞാനൊരു പടം ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് പ്രോമിസിംഗ് ആയി തുടങ്ങണം. ഭീഷ്മപർവം കഴിഞ്ഞ പിന്നെ ഒരുപാട് സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ട്, പക്ഷെ ചാടി കയറി ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് നല്ല പടങ്ങളിൽ ചെറിയൊരു ഭാഗമാണെങ്കിൽ പോലും അതായാൽ മതി. 2.5 മണിക്കൂർ എന്നെ മാത്രം കണ്ടിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. അപ്പോൾ പയ്യെ സ്റ്റെപ്പ് എടുത്ത് കയറുക. പിന്നെ സിനിമയോടുള്ള ഭ്രാന്ത് ഇപ്പോൾ ഡാൻസിന് എന്തോരം ഉണ്ടോ അത്ര തന്നെ ഉണ്ട്. കാരണം ഒരുപാട് പഠിച്ചു തുടങ്ങി സിനിമയെ പറ്റി, അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങി സിനിമയെ പറ്റി. ഇപ്പൊ റംസാൻ പറഞ്ഞ തോട്ട് തന്നെയാണ് സെയിം തന്നെ എനിക്കും. ഞാനിപ്പോ ചൂസ് ചെയ്തിട്ടുള്ളതും ഞാൻ ഫുൾ സ്ക്രീനിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ല, എനിക്ക് ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പൊ അത് വളരെ നല്ല തോട്ട. ചിലവർക്കുണ്ട് ഇപ്പൊ നായികയായിട്ട് കയറി അല്ലെങ്കിൽ നായകനായിട്ട് കയറിയില്ലെങ്കിൽ തീർന്നു, ഇപ്പൊ അനിയനായിട്ട് ചെയ്താൽ ഫുൾ അനിയനായി പോകും, അങ്ങനെ ഒരു തോട്ട് ചിലവർക്കുണ്ട്. ഇല്ല, അതൊന്നും അല്ല എന്നുള്ളത് ഒരുപാട് എക്സാമ്പിൾസ് ഇപ്പൊ തന്നെ മലയാള സിനിമയിലുണ്ട്. ഈവൻ ടോവിനാണെങ്കിൽ പോലും ആസിഫിക്കാണെങ്കിൽ പോലും എല്ലാവരും അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതൊക്കെ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മമ്മൂക്കയുടെ കൂടെ ഇപ്പൊ ഭീഷ്മപർവം ചെയ്തു, ഇതും ചെയ്തു, പട്ടണത്തിൽ ഭൂതം ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു? മമ്മൂക്ക അടിപൊളിയല്ലേ. ഫസ്റ്റ് സിനിമ ചെയ്തപ്പോ എങ്ങനെയുണ്ടായി? ഫസ്റ്റ് സിനിമ ചെയ്തപ്പോ നമുക്ക് ഒരു സൂപ്പർ സ്റ്റാർ, ഞാൻ പ്രത്യേകിച്ച് എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ആർട്ടിസ്റ്റുകളുടെയും അടുത്ത് പോയി അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്യില്ല, അവർക്ക് ഇനി ഒരു ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. സോ ഞാൻ ഇപ്പോഴും പോവില്ല. അപ്പോ അന്നൊട്ടും പോകില്ലായിരുന്നു. സോ മമ്മൂക്ക ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും, മറ്റുള്ളവർ പോയി ഫോട്ടോ എടുക്കും, ഓടിച്ചെല്ലാം സംസാരിക്കും, അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ അത് നമ്മള് തിയേറ്ററിലും സിനിമയിലൊക്കെ കണ്ട ആള് നമ്മുടെ മുമ്പിൽ കൂടെ പോയില്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പട്ടണത്തിൽ ബൂത്തിൽ തന്നെ എനിക്കൊരു സീൻ ഉണ്ടായിരുന്നു മമ്മൂക്കാന്റെ കൂടെ, കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ മമ്മൂക്കായിട്ടിരുന്ന് സംസാരിക്കുന്നതും. നമ്മുടെ ആലുവ മണപ്പുറത്ത് വെച്ചായിരുന്നു ഷൂട്ട്. ഞാൻ ചോറ് കട്ട് നിന്നിട്ട് ഓടുമ്പോ മമ്മൂക്ക പിടിക്കുന്ന ഒരു സീനാ. അപ്പൊ അതിങ്ങനെ സെറ്റ് കിടുമ്പോ മമ്മൂക്ക നമ്മൾ ഒരുമിച്ചിരുന്നു, മമ്മൂക്ക എനിക്ക് കപ്പലണ്ടിയൊക്കെ മേടിച്ചു തന്നു. അപ്പൊ എനിക്കിതൊക്കെ അത്ഭുതമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭീഷ്മപർവത്തിന്റെ പ്രൊമോഷൻ ദിവസമാണ് മമ്മൂക്കനെ കാണുന്നത്. എനിക്ക് ഭീഷ്മപർവത്തില് കോമ്പിനേഷൻ സീനൊന്നും ഇല്ലല്ലോ, അപ്പൊ പ്രൊമോഷനെ കാണുന്നത്. എന്നിട്ടും എനിക്ക് ഇതൊക്കെ പറയാൻ പേടിയായിരുന്നു. ഞാൻ ഇല്ല, മമ്മൂക്കൊക്കെ അറിയില്ലായിരുന്നു, സൗബിൻ ആർക്കും അറിയില്ലായിരുന്നു ആക്ച്വലി. കാരണം അന്ന് ഭയങ്കര കൊച്ചല്ലേ, ആർക്കും അറിയില്ലായിരുന്നു. എനിക്കിത് പറയണമെന്നും ലൈക്ക് പേടിയാണ് ഒന്ന് അടുത്ത് ചെല്ലാനായിട്ട്. പറയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അവര് ഒരുപാട് സിനിമ ചെയ്യുന്നു, ലൊക്കേഷൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞ ലൈക്ക് അത് ഇമ്പോർട്ടന്റ് ആവില്ല, നമുക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ലഞ്ച് മമ്മൂക്കാൻ്റെ കൂടെ കഴിക്കാൻ പറ്റി.
പിന്നെ മമ്മൂക്കാന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അന്ന് രാത്രി വരെ മമ്മൂക്കാന്റെ കൂടെ ആയിരുന്നു. അപ്പോഴെങ്കിലും പറഞ്ഞുകൂടായിരുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു 10 ഗ്യാപ്പിൽ നോക്കിയിരുന്ന് ഫുൾ ടൈം പുള്ളിനെ വാച്ച് ചെയ്യായിരുന്നു. കാരണം എല്ലാവരും ബിഹേവ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ മമ്മൂക്ക എന്നുള്ള പേരാണ് വരുന്നത്, മമ്മൂക്ക ലാലേട്ടൻ എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാള് വന്നിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും എല്ലാം ഭയങ്കര നോർമലാണ്. അപ്പോൾ ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ സിനിമയിൽ ഇനിയും അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കുക, വലിയ കാര്യമല്ലേ. പക്ഷെ എന്നാലും പറയണായിരുന്നു. ഇല്ല, എന്നിട്ട് പടത്തിന്റെ പ്രൊമോഷൻ കഴിഞ്ഞ് ഞാനൊരു ഫോട്ടോ എടുത്തു മമ്മൂക്കന്റെ കൂടെ. പിന്നെ മമ്മൂക്ക് സംസാരിച്ചു. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പാടാന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്ത്, എന്നിട്ട് ഞാൻ അന്ന് പ്രൊമോഷൻ ആക്ച്വലി സ്റ്റേജിൽ കയറിയില്ല. അപ്പോ പ്രൊമോഷനിൽ അവിടെ സൗബിനിക്ക് എന്നെ കണ്ടപ്പോ സൗബിനിക്ക് വിളിച്ച് റംസാനെ പാടാ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോ അത് കഴിഞ്ഞപ്പോ മമ്മൂക്ക എന്റെ അടുത്ത് ചോദിച്ചു, നീ ലേറ്റ് ആയിട്ടാണോ വന്നതെന്ന്. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ ആദ്യം വന്നത്, ഇവിടെ എല്ലാരും വരുന്നതിന് മുന്നേ ഞാൻ വന്നിരുന്നു. പിന്നെന്താ സ്റ്റേജിൽ കയറാനിരുന്നത്. ഞാൻ പറഞ്ഞു അത് എല്ലാരും ഉള്ളപ്പോ ചെയറൊന്നും തൈജലിക്കും, പിന്നെ അത് മതി. അപ്പൊ നമുക്ക് പറഞ്ഞു അതങ്ങനൊന്നും അല്ല, അത് സ്റ്റേജിൽ കയറണം, നമ്മൾ ആ പടത്തിന്റെ ഭാഗമാണ്, നീ കയറണം, വേറെ ആരും ഉണ്ടാവില്ല നമ്മൾ വിളിച്ച് കയറ്റാനായിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു 10 സെക്കൻഡിൽ പറഞ്ഞു തന്ന കാര്യമാണെങ്കിൽ പോലും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ പഠിക്കാൻ പറ്റി. എന്നിട്ട് സൗബിനിക്ക് എനിക്ക് ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നു. മമ്മൂക്കായും ഞാൻ ഇപ്പോഴത്തെ ഫോട്ടോയും പട്ടണത്തി ബൂത്തിൽ എടുത്തൊരു ഫോട്ടോയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഏതോ ഒരു ആള് പോസ്റ്റ് ചെയ്തത്. ഉണ്ട്, കാണണം. ജയപ്രകാശ് പയ്യന്നൂർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ഉണ്ട്, JP നമ്മൾ വിളിക്കും. അപ്പോ പുള്ളി എടുത്ത ഫോട്ടോയാണ് പട്ടണത്തി ബൂത്തിന്റെ സമയത്ത്. ഇത് സൗബിനിക്ക് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് എന്റെ ചോദിച്ചു, നീ ഇത് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അതും കൂടി പറയാനുള്ള ടൈം ആരോടും പറഞ്ഞില്ലല്ലേ. ആക്ച്വലി മനഃപൂർവ്വം ഉണ്ടാതിരുന്നതാ. വരേണ്ട സമയത്തെല്ലാം വരും. ചാക്കോച്ചന്റെ കൂടെ ഡാൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ എവിടെ ഇങ്ങനെ. ചാക്കോച്ചനോട് സിനിമ ചെയ്തില്ലായിരുന്നോ? ചാക്കോച്ചന്റെ ചെറുപ്പം ചെയ്തിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയോ ചാക്കോച്ചനെ? അന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആക്ച്വലി നമ്മൾ ഈ മലയാള സിനിമ കണ്ടുവരുന്ന സമയത്ത് മലയാള സിനിമയിൽ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്ന സൗണ്ട് നമ്മൾ മുഴങ്ങി കേൾക്കുന്നത് ചാക്കോച്ചൻ്റെയാണ്. അപ്പോൾ ആസ് എ ഡാൻസർ നമ്മളത് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചാക്കോച്ചൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് മലയാള സിനിമയിൽ എവിടേക്കും ഒരു ചേഞ്ചസ് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ. അങ്ങനെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 3 Kings എന്ന് പറയുന്ന ഒരു പടം ചെയ്തു, ചാക്കോച്ചന്റെ ചെറുപ്പം ചെയ്തു. അതിലൊന്നും കണ്ടില്ല. ഡോക്ടർ ലവ് ചെയ്തു, അതിലും ഞാൻ കണ്ടില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ചാക്കോച്ചന്റെ ചെറുപ്പം ഞാൻ ചെയ്യുന്നുണ്ട്, ചാക്കോച്ചനെ കണ്ടില്ല. ഇല്ലില്ല. എന്നിട്ട് ഏഷ്യാനെറ്റിൽ മഞ്ജുസിന്റെ സമയത്ത് ചാക്കോച്ചൻ വന്നിരുന്നു. അപ്പോ എന്നെ കണ്ടിട്ടാ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഞാനും ഹാപ്പിയായി. പിന്നെ കഴിഞ്ഞ തവണ ചാക്കോച്ചൻ മലയാള സിനിമയിൽ 25 വർഷം പൂർത്തീകരിച്ചു. അതിന്റെ ട്രിബ്യൂട്ട് പെർഫോമൻസ് കൊടുത്തത് ഞാനാണ് മസ്കറ്റിൽ വെച്ചിട്ട്. സോ അത് ചാക്കോച്ചന് മുമ്പിലായിരുന്നു. നമ്മൾ ഒരുമിച്ച് ലാസ്റ്റ് പെർഫോം ചെയ്തു. ഭയങ്കര സന്തോഷമായി പുള്ളിക്ക്, എനിക്ക് സന്തോഷമായി. റംസാൻ എല്ലാം എവിടെന്നെങ്കിലും കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് എവിടെയെങ്കിലും ഒക്കെ എത്തുമല്ലേ, ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അതെ. ഓക്കെ, എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമാണ്? എന്തായാലും സിനിമ ഒരു പാഷനായിട്ട് ഇങ്ങനെ കിടക്കാണല്ലോ, അതായത് ഡാൻസ് പോലെ തന്നെ. അപ്പോ എങ്ങനെയെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഒക്കെ മനസ്സിലുണ്ടോ? അതിപ്പോ പാർവതിക്ക് തോന്നിയിട്ടുണ്ടാവും, നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോ ഈ ക്യാരക്ടർ ഏതാ കൊള്ളായിരുന്നു അല്ലേ, അത് എല്ലാവർക്കും തോന്നും. അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പോ മെയിൻലി നമുക്ക് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമയിൽ മുഴുവനായിട്ട് ഇല്ലെങ്കിൽ പോലും കിട്ടുന്ന ക്യാരക്ടർ ഓഡിയൻസിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമ കഴിയുമ്പോൾ പറയണം ഓ ആ ക്യാരക്ടർ കൊള്ളായിരുന്നു കേട്ടോ എന്ന് പറയണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാരക്ടർ പോലെ ഇരിക്കും, നമ്മൾ പെർഫോം ചെയ്യുന്ന പോലെ ഇരിക്കും. എന്നാലും അങ്ങനെ പെർഫോം ചെയ്ത് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സിനിമകൾ ഉണ്ട് മനസ്സിൽ. ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ട്രാൻസിൽ ഇപ്പോൾ ഫഹദ് ഖാന്റെ ക്യാരക്ടർ ആണെങ്കിലും ബാസിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര രസമാണ്. അപ്പൊ ബാസി, അതെ അതെ, എല്ലാവരും ആക്ച്വലി ഭയങ്കര രസമാണ് ആ സിനിമയിൽ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ബാസിയ സിനിമയിൽ ഒരുപാടില്ല. പക്ഷെ എന്നാൽ പോലും അതൊരു ലോക്കാണ് ആ സിനിമയിൽ. അപ്പൊ അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ പയ്യെ പയ്യെ നമുക്ക് കേറാലോ. ആരെങ്കിലും കൂടെ അഭിനയിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടോ? ഇങ്ങനെ ഫഹദ് ഫാസിൽ ഒരു സംശയമില്ല, ആലോചിക്കുക വേണ്ടെന്ന്. കാരണം അത് കണ്ടിട്ടുണ്ടോ, നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തവണ. പക്ഷെ അത് ഒരുപാട് നാള് മുമ്പാണ്. ഞാൻ D4 ഡാൻസിന്റെ സീസൺ 2 സമയത്താണ്, അല്ല സീസൺ 1 എന്റെ ടൈമിലാണെന്ന് തോന്നുന്നു. ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അല്ലല്ലോ, കുറച്ചിങ്ങോട്ട് കഴിഞ്ഞപ്പോ പുള്ളി
ഒന്ന് തെളിയിച്ചു തുടങ്ങിയായിരുന്നല്ലോ കുറെ കാര്യങ്ങൾ. അതെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എനിക്ക്. ബേസിക്കലി ഈ പറയുന്ന പോലെ കുറെ ചേഞ്ചസ് കൊണ്ടുവരുന്ന ആളുകളെ പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ റെസ്പെക്ട് തോന്നുമല്ലോ. അപ്പൊ അവരെ കാണുക അല്ലെങ്കിൽ അവരെ കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ റംസാന്റെ സ്റ്റഡീസ് എടുത്തു നോക്കായിരുന്നു, ഈ കോളേജ് ആ സപ്ലി ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? എല്ലാം കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തു, വെരി ഗുഡ്. ശരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടു കുറെ സപ്ലി ഉണ്ട്, അതൊക്കെ ആദ്യം എഴുതി തീർക്കണം. സപ്ലി എല്ലാം എഴുതി തീർത്തല്ലേ ഒറ്റയടിക്കിരുന്ന്? ഓക്കെ. ഇനിയിപ്പോ സ്റ്റഡീസ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സ്റ്റഡീസ് PG ചെയ്യണം. എനിക്ക് ഡാൻസിലോ അല്ലെങ്കിൽ ആക്ടിങ്ങിലോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് എന്റെ ഇപ്പോഴത്തെ റൂട്ട് എങ്ങനെ പോകുന്നതനുസരിച്ച് ഞാൻ കൊണ്ടുപോകും. അല്ല, ഇനിയിപ്പോ എന്തായാലും ഇൻട്രസ്റ്റ് നോക്കി PG ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുന്ന റംസാൻ. എന്താണ് ഇൻട്രസ്റ്റ്? അഭിനയം തന്നെ? അല്ല, അങ്ങനെയല്ല. ഇതൊക്കെ എനിക്കെല്ലാം ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നു. ഇപ്പൊ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന ആങ്കറിങ് പോലും ഒക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന് അങ്ങനെ കരിയർ വഴി അങ്ങനെ പോകുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, മൂവി ആണെങ്കിലും എല്ലാം പെട്ടെന്ന് വന്നു. അങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്തു അത്രേ ഉള്ളൂ. ഓക്കെ. കമ്മിങ് ടു മോഡലിംഗ്. മോഡലിംഗ് ഭയങ്കര ഇഷ്ടമാണല്ലേ റംസാന്? കുറച്ച് മുമ്പ് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഇവിടെ മോഡലിംഗ് ചെയ്തിട്ടില്ലേ? ഞാൻ എന്തോരം ഫോട്ടോസാ ചെയ്തിട്ടുള്ളേ? ഫോട്ടോഷൂട്ട്സ് അത്ര മോഡൽ സംഭവം മോഡലിംഗ് തന്നെയാണ്, അല്ലാതെ ഭയങ്കര പ്രൊഫഷണൽ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. മോഡലിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ആക്ച്വലി ഈ പറയുന്ന പോലെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഞാൻ നോക്കി തുടങ്ങിയ ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി രാവിലെ ഗുഡ് മോർണിംഗ് ഇടും, അങ്ങനെ നോക്കി തുടങ്ങിയതാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടി തുടങ്ങി. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങി കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ, ബ്രോ ഒരു കൊളാബ് ചെയ്താൽ കൊള്ളാം. ഞാൻ ചോദിച്ചു വൈ നോട്ട്, കാരണം അവർക്ക് അത് ഹെൽപ്ഫുൾ ആണ്, എനിക്ക് 2 നല്ല ഫോട്ടോയും കിട്ടും. അങ്ങനെ ഇടുന്ന കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അല്ലാതെ പെയ്ഡ് ഷൂട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് മോഡലിംഗ് അങ്ങനെ ഒരു പരിപാടിയില്ല. ഇല്ല. ഓക്കെ. നമ്മൾ ഫുൾ ഡാൻസ് ഇതൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ. ഈ ബിഗ് ബോസിലേക്ക് ഞാൻ വരുമ്പോൾ തീരെ കണ്ടിട്ടില്ല എന്നല്ല കേട്ടോ, ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ അതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ബിഗ് ബോസിലേക്ക് വിളിച്ചപ്പോ ഫസ്റ്റ് എന്തായിരുന്നു ഒരു തോട്ട്? പോണോ വേണ്ടേ? അങ്ങനെ ആണോ? എന്നിട്ട് അത് വൈ എന്തുകൊണ്ടാണ് നോ പറയാനുള്ള കാര്യം? അതിന് മുന്നത്തെ സീസൺസ് കണ്ടിട്ടാണോ അതോ? അല്ലല്ല, ഞാൻ ആക്ച്വലി ഇപ്പൊ എന്റെ എവിടെ നോക്കിയാലും എന്റെ പ്രൈവറ്റ് ലൈഫ് ഞാൻ എവിടെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പൊ എന്റെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ തിങ്സ് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തല്ല, അത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതിനൊക്കെ ഓപ്പൺ ആയി കാണിക്കുന്നതാണ്. ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ക്യാരക്ടർ ഇതെല്ലാം കാണിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ അതിനകത്തേക്ക് എനിക്ക് കോൾ വന്നപ്പോൾ വേണ്ട എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ. അപ്പോൾ അതായിരുന്നു ഡിസിഷൻ ആക്ച്വലി. പിന്നെ അവർ വിളിച്ചു ഒരുപാട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരായിരുന്നു ന്യൂ ഇയറിന്റെ സമയത്ത്. അപ്പോഴാണ് പറയുന്നടാ ഒരു ഓഡീഷനായിട്ട് കരുതണ്ട, ഒരു മീറ്റപ്പ് ഉണ്ട്, അത് വെറുതെ കയറുന്നു പറഞ്ഞു. അപ്പം ഞാനത് കയറിയപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അവരിങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എനിക്ക് ആക്ച്വലി താല്പര്യം തോന്നിയില്ല. ഞാനിങ്ങനെ പറഞ്ഞു ഓക്കെ അതാണ് എൻ്റെ സംഭവം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അറ്റ് ദ എൻഡ് അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാർ സംസാരിച്ചു ഓഡിഷൻ കഴിഞ്ഞപ്പോൾ. പിന്നെ വിചാരിച്ചു എന്താ പോയാൽ കുഴപ്പം, എല്ലാവരും പോകുമ്പോൾ എല്ലാവരും ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല, ആ റിയാലിറ്റി ഷോ അങ്ങനെ മാത്രം ആക്കണമെന്നില്ല. ഞാൻ പോയി എനിക്ക് എൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഞാൻ അതിനകത്ത് ചെല്ലാനുള്ള കാരണം ഒന്ന് എല്ലാ മലയാളീസും ഒറ്റുനോട്ട് കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അതിലെൻ്റെ ആക്ടിങ് വൈസോ ഡാൻസിങ് വൈസോ എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, നമുക്ക് അത് കൊടുക്കാം. മറ്റുള്ള ഫാമിലി കാര്യങ്ങളൊക്കെ ഒന്ന് ഫാമിലി എന്നല്ല അതിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇത് കൊടുക്കാം. പിന്നെ എവിടെയെങ്കിലും അതിൽ പേഴ്സണലൈസ്ഡ് ആവും ആ ഒരു റിയാലിറ്റി ഷോ. ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് പേഴ്സണലൈസ്ഡ് ആവും. ഞാൻ വിചാരിച്ചു അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. കൂടുതൽ റംസാൻ കേറിയപ്പോ ഡാൻസ് കളിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതെ, രാവിലെ യോഗ തൊട്ട് വൈകുന്നേരം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അങ്ങനെ അതിനെ കണ്ടത്, അതുകൊണ്ട് തന്നെയാണ് ഭീഷ്മയിൽ കയറിയതും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അറ്റ് ദ എൻഡ് ഞാൻ ചൂസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫോക്കസ് ചെയ്ത കാര്യം അതായിരുന്നു. അല്ലെങ്കിൽ 100 ദിവസം നിൽക്കാനോ ഓഡിയൻസിന്റെ വോട്ട് കിട്ടാനോ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാൻ പറ്റും, ഓക്കെ വി ക്യാൻ ഡാൻസ്. പഠിപ്പിക്കാൻ പറ്റും, പഠിപ്പിക്കാം. ആക്ടിങ് ആണോ, ട്രൈ ചെയ്യാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാരക്ടർ വരുമ്പോൾ അതിന് 100% കൊടുക്കുക. കൂടുതൽ എനിക്ക് ഗെയിംസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ ഫിസിക്കൽ ഗെയിംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവിടുത്തെ ഫിസിക്കൽ ഗെയിംസിൽ എവിടെയെങ്കിലും ഒരു കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം, അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ ഫിസിക്കലി നമുക്കത് കളിക്കാം. അങ്ങനെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എനിക്കതായിരുന്നു, എൻ്റെ ഉദ്ദേശം അതായിരുന്നു. ഞാനത് മനോഹരമായിട്ട് നടത്തി. ഫൈനൽസിലേക്ക് എത്തുന്നൊക്കെ വിചാരിച്ചു. എവിടെ 25 ദിവസം അത് ഞാൻ വേഗം തിരിച്ചു വരാന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോഴും ഒരു കടം ബാക്കിയുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു എടാ
25 ദിവസമാണ് എന്റെ ടാർഗറ്റ്. അത് കഴിഞ്ഞ് 50 ദിവസമായി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ട്രിപ്പ് പോവാന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ട്. ആ ട്രിപ്പ് ഇപ്പോഴും പോയിട്ടില്ല. ആണല്ലേ, നിങ്ങൾ പിടിച്ചോളൂ. ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ ഒട്ടും അടുത്ത ദിവസം ഞാൻ ഔട്ട് ആവുമെന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഓഡിയൻസിന്റെ അടുത്ത് ഓഡിയൻസ് എനിക്ക് വോട്ട് ചെയ്യോ, പുറത്ത് എന്താണ്, എനിക്ക് സപ്പോർട്ട് ഉണ്ടോ, അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് അതുകൂടെ നടക്കുമായിരുന്നു. പലരും ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു. അതൊരു സന്തോഷം. ഓക്കെ. റംസാൻ അപ്പൊ ശരിക്കും അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ എന്തായിരിക്കും പുറത്ത് നടക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു തോട്ട് ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ? ഇല്ല, പുറത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് ഈ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് പേര്, അല്ലെങ്കിൽ എനിക്ക് പുറത്ത് വോട്ടുണ്ടോ സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ച് അവിടെ 100 ദിവസം തയ്ക്കാൻ ആഗ്രഹമുള്ള കുറേ പേരായിരുന്നു. എൻ്റെ അടുത്ത് ബിഗ് ബോസ് തന്നെ ചോദിച്ചിട്ടുണ്ട് വിന്നർ ആവണ്ടേ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വിന്നർ ആവണ്ട. ആ റിയാലിറ്റി ഷോയിൽ വിന്നർ ആയിക്കഴിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ എന്ത് കൊടുക്കാന്നുള്ളത് പറ്റും. അതിപ്പോൾ വിന്നർ ആയതുകൊണ്ടാണ് ഇത് കൊടുക്കുന്ന അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ നിൽക്കുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസം നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആക്ടിങ് നോക്കും, ഡാൻസിങ് നോക്കും, അതല്ല ഫിസിക്കൽ ഗെയിം ആണോ അത് നോക്കും, മെന്റൽ ഗെയിം ആണോ അത് നോക്കും, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് എന്താണ് നെക്സ്റ്റ് എന്നുള്ള ചിന്തേനേക്കാൾ കൂടുതൽ ഓക്കെ അപ്പം എന്ത് സംഭവിക്കുന്നു, വി ക്യാൻ ഡു ദാറ്റ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എത്ര ഇമേജ് നോക്കിയാലും പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞ ആ പോയിന്റിൽ മാറുമ്പോൾ എല്ലാം ആ ഒരു ഇതങ്ങ് മാറുകയല്ലേ ടോട്ടലി. നമ്മുടെ എന്തൊക്കെ ബിഹേവിയേഴ്സ് എല്ലാം പുറത്തേക്ക് വരികയല്ലേ ആക്ച്വലി ശരിക്കും. അപ്പൊ ഈ അതിന്റെ കൂടെ നിന്ന ആൾക്കാരിലൊക്കെ റംസാന് ഫീൽ ചെയ്തിട്ടുണ്ടോ ലൈക്ക് ഇവർ ഇമേജ് നോക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. അതിപ്പോ നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇന്റർവ്യൂല് ഞാൻ പെട്ടെന്ന് കയറി വന്ന് ഞാൻ ഇപ്പൊ പാർവതിക്ക് ഒരു ഇന്റർവ്യൂ വരിക, അപ്പോ ഞാൻ എത്രത്തോളം കംഫർട്ടാണെന്ന് എനിക്കറിയാം. ചിലപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കണ്ട് അടുത്തൊരു ഇന്റർവ്യൂ ആണെങ്കിൽ ചിലപ്പോൾ ഇതിനൊക്കെ ഫ്രീ ആയിരിക്കും അല്ലേ. പക്ഷെ അതേ സമയത്ത് ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയില് നമുക്ക് ചുറ്റിനും ക്യാമറയ്ക്കുള്ള ഒരാൾ വന്ന് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആള് ചെയ്യുന്നത് അല്ലെങ്കിൽ ആള് പറയുന്നത് സത്യസന്ധമായിട്ടാണോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണോ. അപ്പോൾ ഇതിനൊക്കെ അപ്പുറം ഞാൻ നിന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്ത് റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്നു അത് ഞാൻ അപ്പോൾ റെസ്പോണ്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ചെറിയൊരു വഴക്കാളിയായിട്ടും ചെറിയ ദേഷ്യമുള്ള ആളായിട്ടും എനിക്ക് തോന്നി. കാരണം അത് നമ്മൾ ഏതൊരു മനുഷ്യനും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സിറ്റുവേഷൻ കണ്ടാൽ നമ്മൾ പ്രതികരിക്കും, നമ്മൾ പ്രതികരിച്ച് പോകും. നമ്മൾ ഇമേജ് കോൺഷ്യസ് അല്ലാതെ നമ്മൾ ഫാൻസിനെ ഉണ്ടാക്കാനല്ല എന്നുള്ള രീതിയിലാണ് അവിടെ പോയി നിൽക്കുന്നതെങ്കിൽ നമ്മൾ പ്രതികരിച്ച് പോകും. പ്രതികരണം എന്റെ ഭയങ്കര കൂടി പോയി എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആവശ്യമില്ലാതെ ഇല്ല. ലാലേട്ടന്റെ പണിഷ്മെന്റ് ഒക്കെ കിട്ടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ആക്ച്വലി അതും എന്റെ പ്രതികരണം കൂടി പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു റിയാലിറ്റി ഷോ ആണ്, എല്ലാവരും കാണുന്ന ഷോ ആണ്. അതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് പ്രതികരിച്ചത് ഒട്ടും കുറഞ്ഞു പറ്റില്ല. അത് റംസാൻ എവിടെയോ പറയുന്നുണ്ടായിരുന്നു, എന്താ വെച്ചാൽ നമ്മള് ഇഷ്യൂസ് ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്ത സംഭവങ്ങളൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. അല്ല, അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ റിയാലിറ്റി ഷോയുടെ ഒരു റൂട്ടാണ്, അത് എഗ്രിമെന്റിൽ തന്നെ ഉണ്ട്. സോ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓഡിയൻസ് എന്ത് കാണുന്നു നോക്കിക്കഴിഞ്ഞാലാണ് ആ പേടി, ആ ടെൻഷൻ, ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് നമുക്കറിയാലോ. ഇപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു നോക്കിയാൽ പോരെ. ഓക്കെ റംസാൻ, ഒരു സെഗ്മെന്റും കൂടെ, ഒരു കോൾ എ ഫ്രണ്ട് എന്നുള്ളൊരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് ഒന്ന് ചോദിക്കാൻ റംസാനെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കട്ടെ. എന്നെ പറ്റി എന്റെ ഫ്രണ്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമല്ലേ പറയുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല, മോശം അഭിപ്രായം പറയുന്ന ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പൊ ആരെയാ നമ്മൾ വിളിക്കുക? സനിയനോ അല്ലെങ്കിൽ ദിൽഷേനെ ആരെങ്കിലും വിളിക്കോ? സനിയ എനിക്ക് തോന്നുന്നു എന്തോ ഷൂട്ടോ പരിപാടിയായിട്ട് നിൽക്കാണ്. ദിൽഷ പ്രാക്ടീസിലാണ്. ഓക്കെ, അപ്പൊ ആരെ നമുക്ക് വിളിക്കാൻ പറ്റാ? നമുക്ക് പ്രാക്ടീസ് മുടക്കി നോക്കാം. ഓക്കെ. അയ്യോ, വിളിക്കുമ്പോ തന്നെ മങ്കിന്ന് വിളിക്കും. അത് കേക്കണം. മാറ്റിക്കും. എടി ഞാൻ ലൗഡ് സ്പീക്കറിലാണ്, ഇന്റർവ്യൂലാണ്. നീ പ്രാക്ടീസിലാ? ഇവരെ കോൾ എ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ട് നിന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താണ് റംസാനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നെ കുറിച്ച് രണ്ടു വാക്ക് പൊക്കി പറയാൻ? ഇല്ല, അഭിപ്രായം പറഞ്ഞാൽ മതി, അത് പൊക്കി പറയണമെന്നില്ല. അഭിപ്രായം പറഞ്ഞാൽ മതി. എന്നെ പറ്റി പറഞ്ഞോ. മൊത്തത്തില് റംസാൻ ഇത് കൊളാക്കല്ലേ, നീ എന്തെങ്കിലുമൊക്കെ പറ. ഓൾറെഡി ഇവിടെ ഷൂട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു, പറ. റംസാൻ എന്റെ നല്ല ഗുഡ് ഫ്രണ്ട് ആണ്, പിന്നെ നല്ല ഡാൻസർ ആണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ലൈക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഡാൻസർ റംസാൻ. പിന്നെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അറിയാം, ഇപ്പം കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം. മതിയോ? ഇതിപ്പോ എന്നെ കുറിച്ചാണ് നിന്നെ കുറിച്ച്
ഹായ് ദിൽഷ. ഹലോ. ഹായ്. അതെ, റംസാന് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടോ? ഒരു വലിയ ഉപദേശം തന്നെ എനിക്ക് അവന് കൊടുക്കാൻ. അത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അന്നൊരു 2 ഉപദേശം പറയോ റംസാന് കൊടുക്കാനുള്ള? അതിൽ ഫസ്റ്റ് ഉപദേശം എന്താണ് അവൻ അറിയാം. ഒന്ന് അവനോട് തന്നെ ചോദിച്ചു നോക്ക്. അതെന്താ? ദേഷ്യമാണ്. ദേഷ്യാണോ? Correct. കറക്റ്റ്. ഓക്കെ, അതിലെങ്ങനെയായിരിക്കും ദിൽഷ എങ്ങനെ ഉപദേശിക്കാൻ പോകുന്നത് ആ കാര്യത്തില്? ഇല്ല, ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുമ്പോ ഞാൻ പറയാറുണ്ട്, നീ അതൊന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ അത്ര ഇതൊന്നുമില്ല. ഓക്കെയാണ്. ദിൽഷയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് റീൽസ് എടുക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് അവൻ ലൈക്ക് വഴക്കാണ് കിട്ടാറ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഉപദേശം? രണ്ടാമത്തെ ഉപദേശം എന്താ പറയാ, ഇത് കഴിയുമ്പോ ഞാൻ അവനെ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഉപദേശം ഇതന്നെ. രണ്ടാമത്തെ ഉപദേശം നമുക്ക് ഇതന്നെ പറയാം. ലൈക്ക് റീൽസ് എടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ എന്താ പറയാ, നീ ഇങ്ങനെ വഴക്ക് പറയാതെ കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കേട്ടോ. ഓക്കെ ദിൽഷ, താങ്ക് യു സോ മച്ച്. പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ശരി. കേട്ടല്ലോ 2 ഉപദേശം. ഇതിന് റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല കഥ. കഴിഞ്ഞിട്ടില്ല. നമ്മള് ഡാൻസ് ഓക്കെ, നമ്മളിപ്പോ ചെയ്തതിൽ ഒരെണ്ണം മാത്രമാണ് റൊമാൻറ്റിക് ആണ് പെർഫോമൻസ് ചെയ്തെങ്കിലും ഒരെണ്ണം കുറച്ച് ഫോക്ക് ടൈപ്പ് മല്ലിപ്പൂ നമ്മൾ ചെയ്തു. അത് അടിപൊളിയായിരുന്നു. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മള് വേറൊരു ഡാൻസ് അന്ന് രാവിലെ ഷൂട്ട് ചെയ്യാൻ പോയി പാട്ട് കേട്ടു, വൈകുന്നേരം കോസ്റ്റ്യൂം എടുത്ത് അപ്പൊ ഷൂട്ട് ചെയ്ത് അപ്പൊ എടുത്തു. ആ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കിയാ പോലെ പഠിക്കാൻ പറ്റില്ല. നമ്മള് അത് ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ റീസെന്റ് ചെയ്ത സംഭവത്തില് അത് റൊമാൻറ്റിക് പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുക ഇങ്ങനെ ടെക്നിക്കലി അപ്പോൾ തിരിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല കുട്ടിയായിട്ട് എല്ലാം പഠിക്കും. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു ക്രൂവോ എനിക്കൊരു അങ്ങനെ ആരും ഇല്ല. അപ്പം നമ്മൾ തന്നെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം, നമ്മൾ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യണം, ക്യാമറ മാത്രം വേറെ ആൾ വരും. അപ്പോൾ പ്രോപ്പർട്ടി എടുക്ക് മാറിപ്പോവും. അപ്പോൾ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണം, കോസ്റ്റ്യൂം നമ്മൾ നോക്കണം, മേക്കപ്പ് നോക്കണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ആൾ തെറ്റിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരില്ലേ? അല്ലേ റംസാൻ? ചെറുതായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കിയ സംഭവം, എല്ലാം പെർഫെക്റ്റ് ആക്കിയതാ. എന്നിട്ട് തെറ്റിക്കുമ്പോൾ ഞാൻ പറയും, അതും ഞാൻ ദേഷ്യപ്പെട്ടല്ല പറയും, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ദേഷ്യമായിട്ട് തോന്നുന്നതാണ്. പക്ഷെ പാവം ഇങ്ങനെ ദേഷ്യപ്പെടരുതിട്ടാ. ദേഷ്യപ്പെട്ടില്ല, ഞാൻ കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദിൽഷ കരയോ പെട്ടെന്ന്? റംസാൻ വഴക്ക് പറയുമ്പോഴും കരയോ? ഞാൻ നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്യടി എന്ന് പറഞ്ഞാൽ മുഖം മാറും. ഓക്കെ. അപ്പോൾ ഓക്കെ റംസാൻ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ. റംസാന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഡാൻസ് ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഇപ്പൊ കഥക്ക് പഠിക്കാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹം അതങ്ങനെ നിൽക്കുന്നു. ഉണ്ട്, അതെല്ലാം നടക്കട്ടെ. ഗ്രാജുവലി ആണല്ലോ. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നടക്കട്ടെ. അതുപോലെ തന്നെ മൂവി റംസാന്റെ ആഗ്രഹം പോലെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ റംസാന് ചെയ്യാൻ പറ്റട്ടെ. ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ. ഒരൊറ്റ റിക്വസ്റ്റ് ഉണ്ട്, ഈ റീൽസ് ഒക്കെ നിങ്ങൾ ആദ്യം ഒരു പ്രോമോ ഇറക്കില്ലേ, അത് കണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ അതിന്റെ ഫുൾ വീഡിയോ ഇറക്കിയേക്കണം. ഭയങ്കര ലേറ്റ് ആക്കി അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് യൂട്യൂബ് ചാനൽ മറക്കണ്ട, വീഡിയോസ് ഇടാൻ നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നെ പറ്റി ഒരുപാട് പൊക്കി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.